ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് സിഖ് മതത്തിൻ്റെ ഒരു പ്രധാന ആരാധന കേന്ദ്രത്തിലേക്കാണ്. ഈ കാണുന്നതാണ് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ഒരു മെയിൻ ആരാധന കേന്ദ്രം എന്ന് പറഞ്ഞാൽ 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ജിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ആരാധന കേന്ദ്രം ഭക്തിസാന്ദ്രമായൊരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഇങ്ങനെ പോകാൻ കഴിയത്തില്ല. നമ്മൾ അവിടെ ചെന്ന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ആരും ചെരുപ്പ് സിഖുകാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടുത്തെ ആ വെള്ളത്തിൽ കാലൊക്കെ കഴുകി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ കാർപ്പറ്റ് ഇട്ട് അത് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ കാലൊക്കെ വൃത്തിയായിട്ട് വേണം നമുക്ക് ആ ഒരു ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ എന്ന് പറയുന്നത്. 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ജിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണിത്. അയാളുടെ ജനനം എന്ന് പറയുന്ന നമ്മുടെ ബാല്യകാലങ്ങളൊക്കെ ഇവിടാണ് കഴിഞ്ഞെന്നാണ് ചരിത്രം പറയുന്നത്. അന്നത്തെ രാജാവായിരുന്ന രഞ്ജിത് സിംഗ്, മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചെന്ന് പറയുന്നത്, അയാൾക്ക് വേണ്ടി സമർപ്പിച്ചെന്ന് പറയുന്നത്. അയാളുടെ ജനനം എന്ന് പറയുന്നത് ഡിസംബർ 22, 1666. ഒരുപാട് പുറകിലുള്ളതാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ടും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും സൂക്ഷിച്ചിരിക്കുന്നു ഇവിടെ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ പരമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരു ദിവസമൊന്നും കാണാൻ കഴിയത്തില്ല. അതുപോലെ ഭംഗിയുള്ള സ്ഥലം, വെള്ള മാർബിളിലെല്ലാം നമ്മുടെ താജ്മഹലിൻ്റെയൊക്കെ കണക്ക് നമുക്ക് തോന്നും. ഒരു എന്നാ ഭംഗിയാണ് നോക്ക്, എത്ര ഭംഗിയായിട്ടാണ് ഇത് മൊത്തം ഭയങ്കരമായിട്ട് അങ്ങ് നല്ല ഡിസൈനൊക്കെ കൊടുത്ത രീതിയിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സൈഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സൈഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സൈഡ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. ചെറുതൊന്നുമല്ല, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് ഇത് ചെറുതായിരുന്നു ആദ്യം, ഇത് പിന്നെ അത് വിപുലീകരിച്ച് ഫുള്ളായിട്ട് ഇത് മൊത്തത്തിൽ ഇത് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്കും മതവിശ്വാസികൾക്കും എല്ലാവർക്കും പ്രവേശനമുണ്ട്. രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ സന്ദർശന ടൈമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫുഡുണ്ട്, ഫ്രീ ഫുഡാണ് കൊടുക്കുന്നത്. അതുകൂടാതെ അവിടുത്തെ പ്രസാദം ഏതാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് അവിടുത്തെ ഇതാണ് മെയിൻ ആരാധന കേന്ദ്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡല്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല. ശാന്തമായി പോവുക. അതും കൈകോർത്തൊന്നും പോകാൻ പാടില്ല. ഒറ്റയ്ക്ക് പോയി അതൊക്കെ കണ്ട് അവിടുത്തെ അതൊക്കെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങി നമുക്ക് വരാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഇത്ര ആൾക്കാരും ക്രൗഡൊക്കെ ഉണ്ടെങ്കിലും ബഹളമൊന്നുമില്ല, എല്ലാം ശാന്തമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ. ആർക്കും അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. ഇതൊരു എന്തോ പറയുന്നത്, പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് ഈ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സിഖ് ആൾക്കാരാണ്. അതിൻ്റെ സെക്യൂരിറ്റികൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് അവർ. നമുക്കവിടെ ഇവിടുത്തെ ഒരു കുഞ്ഞു പെൺകുട്ടി ഇരുന്ന് ഈ പ്രാവിനൊക്കെ ഫുഡ് കൊടുക്കുന്നതാണ്. ഇവിടെ വളർത്തുന്ന പ്രാവാണ്. നമുക്കിനെ ഓടിക്കാനൊന്നും പറ്റത്തില്ല. സിനിമ സ്റ്റൈലിലൊക്കെ ഒന്ന് ഓടി വളർന്നതിനെ പറത്തി വിടുന്ന അങ്ങനെയുള്ളൊന്നും ഇവിടെ നടക്കത്തില്ല. ആ കുഞ്ഞ് അവിടെ ഇരുന്നുകൊണ്ട്, വെയിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് അതിന് റൊട്ടി പീസാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ല. പുറത്തിങ്ങനെ നമുക്ക് ആ ഒരു പ്രാർത്ഥനാലയത്തിൽ ഉള്ളിൽ കയറി അവിടെ പ്രാർത്ഥിച്ചിട്ട് പോരാ എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ടുള്ള സ്ഥലങ്ങളിലൊന്നും പ്രവേശനം നമുക്ക് അനുവദനീയമല്ല. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇതാണ് സിഖുകാരുടെ ഒരു പ്രത്യേക ആരാധനാലയമാണ്. അതിൻ്റേതായ ഭംഗിയും ഇതൊക്കെ ഉണ്ട് ഇവിടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വളരെ സമ്പന്നമായ സിഖ് പൈതൃകത്തിൻ്റെ തെളിവായി ഇതിൽ നിന്ന് നിലകൊള്ളുന്നു. കൂടാതെ വിശ്വാസത്തിൻ്റെ അനുയായികൾക്ക് ആദരവും ഭക്തി നിറഞ്ഞൊരു സ്ഥലമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിലെ സിഖുകാർക്ക് ചരിത്രവും ആത്മീയപരമായി പ്രധാനമായി നൽകുന്ന നിരവധി ഗുരുദ്വാരകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സന്ദർശകർക്ക് അനുഗ്രഹം തേടുക മാത്രമല്ല, സമ്പന്നമായ സിഖ് പൈതൃകത്തിലും സംസ്കാരത്തിലും മുഴുകുകയും ചെയ്യുന്നു. ശാന്തമായ അന്തരീക്ഷവും ചരിത്ര പ്രാധാന്യം കൊണ്ട് ഇവിടം സമ്പന്നമായിരിക്കുന്നു. വിശ്വാസത്തിൻ്റെയും ഐക്യതയുടെയും ഭക്തിയുടെയും പ്രതീകങ്ങളായി നിലകൊള്ളുന്ന ഓരോ സിഖ് ആരാധന കേന്ദ്രങ്ങളും എന്നും വിശ്വാസികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് സിഖ് ആരാധനാ കേന്ദ്രങ്ങളായ ഇവിടുത്തെ ഗുരുദ്വാരകളുണ്ട്. പക്ഷേ ഇതാണ് മെയിനായിട്ടുള്ള ഗുരുദ്വാര. കാരണം ഇത് 10ാമത്തെ സിഖ് ഗുരുവിൻ്റെ ജന്മസ്ഥലം കൂടി ആയതുകൊണ്ട് വളരെ ഫേമസ് ആണ്, വളരെ ഭംഗിയാണ്, വളരെ മതപരമായി വളരെ ഉയർന്ന ലെവലിൽ നിൽക്കുന്നതാണ്. എന്തായാലും നമ്മുടെ ഇന്ത്യ ഇതുപോലുള്ള എല്ലാ സംസ്കാരങ്ങൾക്കും എല്ലാ മതത്തിനും ഒരേ തുല്യ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളെ പിന്തുടരുവാൻ കഴിയുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടതിൽ ഞാൻ സംതൃപ്തയാണ്. എനിക്ക്
ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ അടുത്തുള്ളപ്പോൾ നമ്മളത് കാണാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും വിസിറ്റേഴ്സ് ഇവിടെ കാണാൻ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാധാന്യമായിട്ടും ഇത് കണ്ടുപിടിച്ച് ദയവായി അവിടെ പോയി അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. അവിടെ ചെന്ന് അതിൻ്റെ ആത്മീയത, ശാന്തത ഒക്കെ നമുക്ക് ഒരു മെഡിറ്റേഷൻ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ്. ശാന്തസുന്ദരമായ അന്തരീക്ഷം, ശാന്തസുന്ദരമായ പ്രകൃതി, രമണീയമായ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലം. എല്ലാം കൊണ്ടും നമുക്ക് പോയതുപോലെ ആയിരിക്കില്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ. വളരെ ശാന്തമായ അന്തരീക്ഷവും ശാന്തമായ മനസ്സുമായിട്ടായിരിക്കും നമ്മൾ കടന്നു വരുന്നത്. പോയതുപോലെ ആയിരിക്കില്ല നമ്മൾ തിരിച്ചു വരുന്നതെന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു വട്ടം നമ്മളൊന്ന് സന്ദർശിച്ച് നോക്കിയാൽ നമുക്കത് തീർച്ചയായിട്ടും അനുഭവപ്പെടാൻ കഴിയും. വളരെ ശാന്തമായിട്ടുള്ളത് എന്ത് പറയുന്ന ഒരു പ്രത്യേക ഫീലിംഗ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ. ഇത്രയും ഭംഗിയുള്ള ഇത്രയും നല്ലൊരു സ്ഥലം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ കാണാൻ വരുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു നല്ല പ്രദേശം മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇപ്പോൾ നമുക്ക് വീണ്ടും ബൈ പറഞ്ഞ് പിരിയാനുള്ള സമയമായിരിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.